ഈ പ്രതിരോധ രംഗത്ത് ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം, നേരത്തെ നമ്മളത് മടിച്ചു നിന്നു. കാര്യം ഇത് ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമല്ലേ എന്ന് കരുതി. പക്ഷേ അതിൽ നയത്തിൽ മാറ്റം വന്നു, നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിച്ചു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഈ മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടത് സ്റ്റാർട്ടപ്പുകളായിക്കോട്ടെ, വലിയ വ്യവസായ ശൃംഖലകളായിക്കോട്ടെ, വലിയ രീതിയിലുണ്ട് നിലവിൽ. ഇതുകൂടാതെ വേറെ ചില നടപടികളും സർക്കാർ സ്വീകരിച്ചു. അതൊന്ന്, ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് എന്ന രീതിയിലൊരു ക്യാമ്പയിൻ. അതായത് ഈ പുതിയ യുദ്ധോപകരണങ്ങൾ കണ്ടുപിടിക്കുന്ന, പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ളൊരു പ്രോത്സാഹനം 1.5 കോടി രൂപയാണ് അതിൽ ഗ്രാൻഡായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവന്നു. അതായത് വ്യാവസായിക ഇടനാഴി എന്നൊക്കെ പറയില്ലേ, ഈ എന്താ പറയുക, നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും ഉത്തർപ്രദേശും തമിഴ്നാടും കേന്ദ്രീകരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയും കൂടി കൊണ്ടുവന്നു. അതായത് ഈ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന വ്യവസായശാലകളോ മറ്റ് അതുമായി ബന്ധപ്പെട്ട എന്ത് നടപടിക്ക് പോകുന്നതിനും ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടപടികൾ വളരെ ലളിതമാക്കി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് സ്വകാര്യ സംരംഭകർ ഈ പ്രതിരോധ യുദ്ധ സാമഗ്രികൾ നിർമ്മിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, പ്രതിരോധ യുദ്ധ സാമഗ്രികളുടെ കയറ്റുമതി വലിയ രീതിയിലുള്ളൊരു കുതിച്ചുകയറ്റമാണ് ഉണ്ടായിരിക്കുന്നത്.